മിട്ടു കിളി ഒരു വലിയ മരത്തിൽ ചില പറവകളോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. അതാ പറവകളോടൊപ്പം ദിവസവും ഭക്ഷണം അന്വേഷിച്ചു പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചെത്തും. ഞാൻ ദിവസവും ഇവരോടൊപ്പം പോകേണ്ടിയിരിക്കുന്നു. വെയിലിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം അന്വേഷിക്കണം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരോടൊപ്പം പോകാനും പാടില്ല, പക്ഷെ എനിക്ക് ഭക്ഷണവും തേടണം. അപ്പോഴാണ് അത് ചിന്തിച്ചത്, കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മിണ്ടാതെ ഇവിടെ ഇരിക്കാമെന്ന്. എല്ലാ പറവകളും അതിന് ഭക്ഷണം കൊടുക്കുമെന്നും. എനിക്ക് കണ്ണ് കാണുന്നില്ല, അയ്യോ, എനിക്ക് ഒന്നും കാണുന്നില്ല, അയ്യോ. അതിന്റെ ബഹളം കേട്ട് മറ്റുള്ള പറവകളെല്ലാം അവിടെ എത്തി. നിനക്ക് എന്ത് പറ്റി? എനിക്ക് ഒന്നും കാണുന്നില്ല. രാവിലെ സൂര്യൻ ഉദിക്കുന്നത് ഞാൻ കണ്ടതാ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആയെന്ന് തോന്നുന്നു, അയ്യോ. അങ്ങനെ പറഞ്ഞ് ആ കൊമ്പിൽ നിന്ന് വീഴാൻ നോക്കി. സൂര്യനെ കാണുന്നത് കൊണ്ട് ആർക്കെങ്കിലും കാഴ്ച നഷ്ടപ്പെടുമോ? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒന്നും കാണുന്നില്ല. എനിക്ക് ഇപ്പൊ വെള്ളം ഭക്ഷണമൊക്കെ ആരാണ് കൊണ്ടുവന്ന് തരിക? അതിങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ട് എല്ലാ പറവകൾക്കും ഒരുപാട് വിഷമമായി. ടീനു പറവ പറഞ്ഞു, മിട്ടു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ കാഴ്ച ഇപ്പൊ നിനക്ക് തിരിച്ചു കിട്ടുമോ? അതുവരെ ഞങ്ങൾ എല്ലാരും നിനക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കൊണ്ടുതരാം. ഇല്ല, എനിക്ക് കഷ്ടപ്പെട്ട് കഴിക്കാനാ ഇഷ്ടം. ഞങ്ങൾക്കറിയാം നിനക്ക് കഷ്ടപ്പെടുന്നത് ഇഷ്ടാണെന്ന്. നിനക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് വരുന്നവരെ ഞങ്ങളുടെ കൂട്ടിലെ മുട്ടകൾ നോക്കിക്കോ. അപ്പൊ കുറിച്ച് നിന്റെ വിഷമവും മാറും. എന്നാൽ ഇവൾ അന്ധയായില്ലേ, ഇനി എങ്ങനെ കൂട് സംരക്ഷിക്കാൻ കഴിയും? ഇവളിവിടെ ഇരിക്കുന്ന കണ്ടേ തീർച്ചയായും പൂച്ച നമ്മുടെ കൂടിനടുത്ത് വരില്ല. എന്തെന്നാൽ ആ പൂച്ചയ്ക്ക് ഇവൾക്ക് കണ്ണു കാണാത്ത കാര്യം അറിയില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങൾ കൂട്ടിനെ കാവലാക്കുന്നുണ്ടെങ്കിൽ ശരി, ഞാൻ നോക്കിക്കോളാം. ഇതെല്ലാം പൂച്ച ആരും അറിയാതെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാ പറവകളും മിട്ടുവിനെ മരത്തിലാക്കിയിട്ട് പോയി. അവർ പോയതും ആ പൂച്ച മരത്തിനടുത്തേക്ക് ചെന്നു. ആഹാഹാ, ഇന്ന് എനിക്ക് പാർട്ടിയാണ്. ഈ കണ്ണു കാണാത്ത കിളി എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? അതുമാത്രമല്ലാതെ അതിന് അറിയില്ലല്ലോ ഞാൻ ഇവിടെയുള്ള കുഞ്ഞു പറവുകളെയും മുട്ടയും കഴിക്കാൻ പോകുന്ന കാര്യം. അങ്ങനെ പറഞ്ഞത് വേഗം മരത്തിൽ കയറി കൂട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരുന്നു. ഇനി നീ ഒരു അടിയെടുത്തു വെച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞു മിട്ടു പറന്നു അതിന്റെ കൊക്കുകൊണ്ട് ആ പൂച്ചയെ പരിക്കേൽപ്പിക്കാൻ തുടങ്ങി. ആഹാ, ഇതിനെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞത് നുണയാ. അയ്യോ, എനിക്ക് വേദനിക്കുന്നു. പൂച്ച അവിടെ നിന്ന് ഓടിപ്പോയി. ഇതുപോലെ മിട്ടു മുട്ടകളെയും കുട്ടികളെയും എല്ലാവരെയും നന്നായി നോക്കി. എല്ലാ പറവകളും തിരിച്ചു വരുമ്പോൾ അവർ മിട്ടുവിന് വേണ്ടിയും ഭക്ഷണം കൊണ്ടുവന്നു. മിട്ടു ആ ഭക്ഷണം സന്തോഷമായി കഴിച്ചു. അതിന് കണ്ണ് കാണുന്നില്ല എന്ന നാടകം അങ്ങനെ തുടർന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ പറവകളും ഭക്ഷണം തേടി പോകാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നോക്കുമ്പോൾ ടീനു പറവയില്ല. ഇത് എവിടെ പോയി? അപ്പോഴാണ് അവർ ടീനു പറന്നു വരുന്നത് കണ്ടത്. അതിന്റെ വായിൽ ചെറിയ ഒരു ഇലയുണ്ടായിരുന്നു. അത് ആ ഇല ചില്ലയിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പറഞ്ഞു, ഈ ഇല ഞാൻ നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നേ മിട്ടു. ഈ ഇലയുടെ ഉപയോഗം എന്തെന്നാൽ കണ്ണ് കാണാത്തവരുടെ കണ്ണിൽ ഇതിന്റെ ചാറുവച്ചാൽ അവർക്ക് കണ്ണ് കാണും. പക്ഷെ നല്ല കണ്ണിൽ ഈ ചാറുവച്ചാൽ അവരുടെ കാഴ്ച നഷ്ടപ്പെടും. അയ്യോ, അപ്പൊ ഞാൻ തീർച്ചയായും ഇതിന്റെ കണ്ണിൽ ഒഴിക്കില്ല. എന്തുകൊണ്ടാ ഒഴിക്കാത്തത്? നിന്റെ കണ്ണ് ശരിയാകണ്ടേ? അത് കേട്ട് മിട്ടു മനസ്സിലാക്കി, സത്യം പറഞ്ഞാൽ അത് പിന്നെ പെട്ടുപോകില്ലേ. ആ, ശരി ശരി, ഒഴിച്ചോ. അത് കേട്ടതും ടീനു പറവ ആ ഇലയുടെ ചരതിന്റെ കണ്ണിൽ ഒഴിച്ചു. അതിന് കണ്ണൊക്കെ എരിയാൻ തുടങ്ങി. ആ, അയ്യോ, അയ്യോ, എനിക്ക് കണ്ണൊക്കെ എരിയുന്നു. അയ്യോ, എരിയുന്നു. എനിക്കൊന്നും കാണുന്നില്ല, എനിക്ക് കാണുന്നില്ല. നീ എന്താ പറയുന്നേ? നിനക്ക് അല്ലെങ്കിലും ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ വീണ്ടും കാണുന്നില്ലെന്ന് പറഞ്ഞു. അത് എനിക്ക് എല്ലാം ശരിയായി മാറി. എനിക്കിപ്പോ എല്ലാം കണ്ണിൽ കാണുന്നു. ആവോ, എനിക്ക് ഇപ്പോഴേ സന്തോഷമായി.
പക്ഷേ മിട്ടു ഇപ്പോഴാണ് അന്ധയായത്. അതിനോട് ആരോടും ഇപ്പൊ സത്യം പോലും പറയാനാകില്ല. മിട്ടു, ഇപ്പൊ നിന്റെ കണ്ണ് ശരിയായോ? പക്ഷേ ഇന്ന് ഒരു ദിവസം മാത്രം ഞങ്ങളുടെ കൂടെ ഒന്ന് നോക്കിക്കോ. നാളെ മുതൽ എന്റെ ഒപ്പം വരാം. എല്ലാവരും അതിനെ കൂടിനടുത്താക്കിയിട്ട് അവർ പുറപ്പെട്ടു പോയി. പൂച്ചയ്ക്ക് മനസ്സിലായി ഇപ്പൊ അതിന് ശരിക്കും കണ്ണു കാണുന്നില്ല എന്ന്. അത് മരത്തിൽ കയറി പിന്നെ ദേഷ്യത്തിൽ പറഞ്ഞു, നീ എന്നെ അത്ര തല്ലിയില്ലേ? ഇപ്പൊ നോക്ക് ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന്. അത് മിട്ടുവിനെ ആക്രമിച്ചു. പാവം മിട്ടുവിന് ഒരുപാട് പരിക്കേറ്റു. അത് കഴിഞ്ഞ എല്ലാ കുഞ്ഞു പറവകളെയും മുട്ടകളെയും അതെടുത്തു കഴിച്ചു. മിട്ടു പരിക്കുകളോടെ ആ ചിലയിൽ കിടന്നുകൊണ്ടിരുന്നു. എല്ലാ പറവകളും തിരിച്ചു വന്നതും കാണാതായി അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരൊരുപാട് ഷോക്കായി. നമ്മുടെ മുട്ടയും കുഞ്ഞുങ്ങളും എവിടെ പോയി? അവരെ പൂച്ച തിന്നു. പക്ഷെ നീയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? നീ എന്താ തടഞ്ഞില്ല? ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞതാ എനിക്ക് കണ്ണു കാണുന്നില്ലെന്ന്. അപ്പോഴാ ഇരുന്ന സ്ഥലത്ത് എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന്. പക്ഷെ ടീനു ഇലയുടെ ചാറിട്ട ഉടനെ എന്റെ കാഴ്ച ശരിക്കും പോയി. പക്ഷെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് എന്നാ എനിക്ക് കാഴ്ച വന്നെന്ന് നുണ പറഞ്ഞത്. ശരിക്കും ഇപ്പൊ എനിക്ക് കണ്ണ് കാണുന്നില്ല. അതുകൊണ്ടാ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എനിക്ക് രക്ഷപ്പെടുത്താനായില്ല. മിട്ടു, നീ കാരണമാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയത്. മുട്ടയും നശിച്ചുപോയി. എല്ലാത്തിനും കാരണം നീയാ. എല്ലാ പറവകളും ഒരുമിച്ച് അതിനെ തല്ലാൻ തുടങ്ങി. അവരുടെ ദേഷ്യമെല്ലാം അവർ അതിനോട് തീർത്തു. അതിന്റെ ചിറകിലും ഇപ്പൊ നന്നായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് പാവം അതിന് മരത്തിലിരിക്കാനേ കഴിഞ്ഞില്ല. നാൾ മുഴുവനും അത് മരത്തിനടിയിലിരുന്ന് പിടഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയിൽ മിട്ടുവിന്റെ സഹോദരൻ അവിടേക്ക് വന്നു. അപ്പൊ മിട്ടുവിന്റെ അവസ്ഥ കണ്ട് അവൻ ഒരുപാട് സങ്കടപ്പെട്ടു. അയ്യോ മിട്ടു, നിനക്ക് എന്തു പറ്റി? ആരെന്താ ചെയ്തത്? എന്റെ ഈ അവസ്ഥയ്ക്ക് എന്റെ മടി മാത്രമാ കാരണം. അങ്ങനെ അത് ടീറ്റുവിനോട് നടന്നതെല്ലാം പറഞ്ഞു. നീ ചെയ്തത് ശരിയല്ല മിട്ടു. ആദ്യം നീ എല്ലാ പറവകളോടും ചെന്ന് ക്ഷമ ചോദിക്കണം. പക്ഷെ അതിനു മുന്നേ ഞാൻ നിന്നെ ഭേദപ്പെടുത്താം. അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പോയി. കുറച്ചു നേരത്തിൽ അതേ ഇല കൊണ്ട് അവിടേക്ക് വന്നു. അത് മിട്ടുവിന്റെ കണ്ണിൽ ആ ചാറ് ഒഴിച്ചുടനെ ഇത്തവണ മിട്ടുവിന് ശരിക്കും കാഴ്ച തിരിച്ചു കിട്ടി. ടീറ്റു, എനിക്കിപ്പെല്ലാം കാണുന്നുണ്ട്. ശരി പോ, ആ പറവകളോട് പോയി ക്ഷമ ചോദിക്കേ. ടീറ്റു മിട്ടുവിനെ പറവകളുടെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ ദേഷ്യം ശരിയാണ്. പക്ഷെ മിട്ടു ചെയ്ത തെറ്റിന് അതിന് ശിക്ഷ കിട്ടി. നിങ്ങൾ ഒരേ ഒരു തവണ അതിനോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അത് കേട്ട എല്ലാ പക്ഷികളും മിട്ടുവിനെ ക്ഷമിച്ചു. അത് കഴിഞ്ഞ അന്ന് മുതൽ അതെപ്പോഴും മടിപിടിച്ചിരുന്നതുമില്ല, നുണ പറഞ്ഞതുമില്ല.